ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതികരണവും അറിയണം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചായൻസ്, നമ്മുടെ ജ്വല്ലറികൾ ഇപ്പോൾ ഒരുപാടെണ്ണം 40 ജ്വല്ലറി അങ്ങനെ തുറന്ന് നമ്മുടെ അച്ചായൻസ് എതിരെ ഒരുപാട് വീഡിയോസും ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തെല്ലാം എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ചായൻസ് ഇപ്പോൾ ഒരു കാര്യത്തിൽ എന്തോ പിടിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ, ആ ഒരു കാര്യം കൊണ്ട് ഇപ്പോൾ എല്ലാവരും ആ അച്ചായൻസിനെ കുറ്റപ്പെടുത്തിയാണ് വീഡിയോസ് ഇടുന്നത്. ഇപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് ആർക്കാണെങ്കിലും ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരു 10 പൈസ രൂപയോ ഒരു സഹായവും ഇല്ലാത്തവരാണ്. പിന്നെ അച്ചായൻസ് ആ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ആ വീട് വെച്ച് കൊടുത്തു എന്നൊരു കാര്യം പറഞ്ഞത് തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് മിഷൻ്റെ വകയായിട്ട് കിട്ടിയ 4 ലക്ഷം രൂപ കൊണ്ട് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 4 ലക്ഷം രൂപയ്ക്കകത്ത് എങ്ങനെയാണ് ഒരു വീട് കെട്ടിപ്പോക്കുന്നത്? അപ്പോൾ അടിസ്ഥാനം കെട്ടിയിട്ട സമയത്ത് അച്ചായൻസ് അവിടെ വരികയും അപ്പോൾ അതിന് വേണ്ട 4 ലക്ഷം രൂപ എത്രയും കൊടുത്തെന്ന് പറഞ്ഞു. ആ ബാക്കി പൈസയും കൂടെ ഇട്ടാണ് ആ വീടൊന്ന് പൂർത്തിയാക്കിയത്. അപ്പോൾ അച്ചായൻ വന്നിട്ട് പറയണം, ലൈഫ് മിഷനിൽ അവർക്ക് വീട് പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗത്ത് ഞാൻ കൂടി പൈസ കൊടുത്തു, ബാക്കി വീട് പൂർത്തിയാക്കിയെന്ന് പറയണം. ഇതിപ്പോൾ അച്ചായൻ പറഞ്ഞ ആ ഒരു തെറ്റുണ്ട്. പക്ഷേ ആ ഒരു തെറ്റിൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എത്രയും പേർക്ക് വീടുകൾ കൊടുക്കുന്നുണ്ട്, എത്രയും പേര് വീടുകൾ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്, എത്രയും പേർക്ക് ക്യാഷായിട്ട് കൊടുക്കുന്നുണ്ട്, എത്രയും പേർക്ക് വാഹനങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരാൾ വന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നതിലോട് എനിക്ക് അത്ര പൊരുത്തം ഇല്ല. പിന്നെ അതുപോലെ അച്ചായൻ്റെ വേറെ എന്തോ ഒരു കേസ് വന്നു, ഏതോ പെണ്ണ് കേസോ എന്തോ വോയിസ് ക്ലിപ്പ് എന്തോ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് അച്ചായൻ അത് പ്രതികരിച്ചിട്ടില്ല. ആ പെണ്ണ് ഇപ്പോൾ ആരോ ഒരു വോയിസ് ഇട്ടെന്ന് പറഞ്ഞ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിക്കാരും വോയിസ് ഡബിങ് അല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അച്ചായൻസിൻ്റെ പേരിൽ ഒരു വോയിസ് ക്ലിപ്പ് വരുമ്പോൾ ആ വെരിഫിക്കേഷൻ ചെയ്ത ഒരു പെണ്ണ് പറഞ്ഞ് അവളെ കൂട്ടുകാരിക്കാണ് അയച്ചതെന്ന് പറഞ്ഞു. ആ കൂട്ടുകാരിക്കാണ് അയച്ചതെങ്കിൽ ആ കൂട്ടുകാരിക്ക് നേരിട്ട് വന്നിട്ട് പ്രൂഫ് കാണിക്കാമല്ലോ. അച്ചായൻ എൻ്റെ ഫോണിൽ അയച്ചതാണ്, ഈ വോയിസ് എന്നിട്ട് വന്നതാണ്. മുഖം കാണിക്കാൻ പാടില്ലെങ്കിൽ ഇപ്പോൾ മുഖം കാണിക്കാത്ത രീതിക്ക് എല്ലാവരും വാർത്ത പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓരോരുത്തരും ബസ്സിനകത്ത് ഓരോ വീഡിയോ ചെയ്ത് റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഉൾപ്പെടെ ഫോട്ടോ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും വന്നിട്ട് പറയാം, അച്ചായ എന്താ എനിക്കിതങ്ങനെ അയച്ച മെസ്സേജാണിത്, മീഡിയക്കാർക്കോ വേണ്ടപ്പെട്ട അധികാരികൾക്കോ കാണിക്കാം. ഇതിപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കാറിലിരുന്ന് മറ്റേ ഏജൻറ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ എല്ലാം ഘട്ടം ഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് ആ കുട്ടിക്ക് പറയാം, ഇത് എനിക്കാണ് അയച്ച മെസ്സേജ്. ഇതിപ്പോൾ ആരോ ഒരാൾ പറയുന്നു ആ കുട്ടിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, അച്ചായൻ ഇങ്ങനെ പറഞ്ഞു. അതിനെക്കാട്ടി എത്രയും ക്ലാരിഫൈ ആയിട്ടുള്ള വീഡിയോ ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കൊരാളെ കുറ്റപ്പെടുത്താനും എടുക്കാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം തെറ്റായിട്ടേ തോന്നുള്ളൂ. ഇപ്പോൾ അച്ചായനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ജ്വല്ലറികളുണ്ട്. ഭീമ, അങ്ങനെ രാജകുമാരി, കല്യാൺ, അങ്ങനെയൊക്കെ ഒരുപാട് ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറിയുടെ സമയത്ത് അച്ചായ ഇപ്പോൾ പുതിയ ഒരാളായിട്ട് വന്നു. വർഷങ്ങളായിട്ടുള്ള ഇത്രയും ജ്വല്ലറികൾ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വളർച്ചയിലെത്തിയ ഒരാളാണ് അച്ചായൻ. ആ സമയത്ത് ഇത്രയും രീതിക്ക് വരുമ്പോൾ ശത്രുക്കൾ ഒരുപാടുണ്ടാവും. എന്നിട്ടും അച്ചായൻ എന്ന് പറഞ്ഞ ആൾ പറയുന്നുണ്ട്, വീഡിയോയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആരെ കയ്യിൽ നിന്നും 10 പൈസ വാങ്ങിയിട്ടില്ല. എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഞാൻ ജ്വല്ലറിയുടെ പ്രൊമോഷന് വേണ്ടി ഓരോ ചാരിറ്റി ചെയ്യുന്നതും അവർക്ക് ക്യാഷായിട്ട് കൊടുക്കുന്നതും. അപ്പോൾ ഇത്രയും വീഡിയോയുടെ ക്ലാരിഫിക്കേഷൻ അച്ചായൻ തരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരാൾ കുറ്റം കണ്ടെത്തി നമ്മൾ അയാളെ ക്രൂശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്താലും അത് കുറ്റമായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അതുപോലെ അച്ചായൻ വന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനം നിർത്താൻ പോകണമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഇങ്ങനെ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് വിഷമമാകുന്നുണ്ട്, ഒരുപാട് പേരെ കണ്ണീരും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അച്ചായൻ നമ്മുടെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ ഒന്ന് തീർത്തിരുന്നെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരാൾ ഇങ്ങനെ കാറിലിരുന്നോ അല്ലെങ്കിൽ അച്ചായനെ എതിർത്ത് സംസാരിക്കുന്ന ആരായിക്കോട്ടെ, അപ്പോൾ അവരെ കൊണ്ട് ഈ ഒരു കണ്ണുനീരൊപ്പാൻ കഴിയുമോ? ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സർക്കാർ കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് കിട്ടുന്ന ഒരു വീട് വയ്ക്കാൻ വേണ്ടി ഈ റോഡിൽ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ കൊച്ചിയിൽ എവിടെയും കണ്ട 4 കോടി രൂപയ്ക്ക് ബാത്റൂം കെട്ടി. ഇതൊക്കെ ആർക്കാ?
ആരെ പൈസയാണ്? അപ്പോൾ അതിനൊന്നും ആർക്കും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ആ വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലായിരുന്നു? ഈ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് തരാൻ 4 കോടി രൂപയ്ക്ക് ഒരു കൊച്ചിയിലെവിടെ ബാത്റൂം കിട്ടിയത്, 4 ബാത്റൂം 4 കോടി രൂപ. അതപ്പോൾ ആരും കാണുന്നില്ല. ഈ ഒരു പഞ്ചായത്തിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു വീട് വയ്ക്കാൻ പാവപ്പെട്ടവർക്ക് ഒരു വീട് കൊടുക്കുന്നതിൽ എത്ര ലക്ഷമാണ് ഒരു വീടിന് കൊടുക്കുന്നത്, അനുവദിക്കുന്നത്? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീടിന് പണി നടക്കുമോ? വെയിറ്റിംഗ് ഷെഡ് കെട്ടാൻ വേണ്ടി ആ ഷെഡിങ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയേക്കുമല്ലോ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് 20 ലക്ഷം രൂപയ്ക്ക് കെട്ടിയതെന്ന്. അപ്പോൾ ഒരു വെയിറ്റിംഗ് ഷെഡ് കെട്ടാൻ വേണ്ടി അത് ഇരിക്കുന്നത് ഇങ്ങനെ 2 പൈപ്പ് അല്ലെങ്കിൽ ഒരു പൈപ്പിൽ പകുതി മൂട് അപ്പുറത്തും പകുതി മൂട് ഒരു കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമോ? ആ ഒരു വെയിറ്റിംഗ് ഷെഡിന് എഴുതിക്കുന്ന ചാർജ് നിങ്ങൾ കണ്ടുണ്ടോ? 20 ലക്ഷം രൂപ. അപ്പോൾ ഒരു വീട് കെട്ടാൻ വേണ്ടി ഒരു 4 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിക്കാണ് വീട് കെട്ടുന്നത്? അതിനൊന്നും ആർക്കും പ്രതികരിക്കാൻ വയ്യ. അങ്ങനെ കിട്ടിയ പൈസയ്ക്ക് അവർ 4 ലക്ഷം രൂപയ്ക്ക് അവർ അടിസ്ഥാനം കിട്ടിയെന്നവർ പറയുന്നുണ്ട്. അച്ചായൻ വന്ന് രണ്ടാമത്തെ വീഡിയോ അച്ഛൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അവർക്ക് വീട് കെട്ടാൻ പൈസ ഇല്ലാതെ നിന്ന സമയത്ത് ഇങ്ങനെ പൈസ സർക്കാരിന് കിട്ടി, വീട് പൂർത്തീകരിച്ച് തരണമെന്ന് അവർ അച്ഛനും അമ്മയും പറഞ്ഞിട്ടാണ് ആ വീടിന് കെട്ടാനുള്ള ബാക്കി പൈസ കൊടുത്തതെന്ന് അച്ചായൻ വ്യക്തമായിട്ട് ആ വീഡിയോ പറയുന്നുണ്ട്. ഇത്ര 3.5 ലക്ഷം രൂപ മേശരിക്കും 1 ലക്ഷം രൂപ കണ്ട വീട്ടുകാർക്ക് അത് അങ്ങനെ കൊടുത്ത ഒരു കണക്കുണ്ട്, പറഞ്ഞായിരുന്നല്ലോ കറക്റ്റായിട്ടും. ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർക്കൊണ്ട് വീട് വയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ അച്ചായനെ വിളിച്ചാണ് അച്ചായൻ വന്ന് ആ വീട്ടിൻ്റെ ബാക്കി പണി ചെയ്ത് കൊടുത്തതെന്ന്. അപ്പോൾ അതേ കണക്ക് ഒരുപാട് പേർക്ക് വീട് വയ്ക്കാനാണെങ്കിലും വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിനാണെങ്കിലും മരുന്നിനാണെങ്കിലും പൈസ ഇല്ലാതെ കരയുന്നിടത്ത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അച്ചായൻ വീട്ടിൽ ഒന്നൊന്ന് സഹായിക്കണമെന്ന്. ആ സമയത്താണ് ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്രതികരിച്ചിട്ട് ആ ഒരു സഹായം പാവങ്ങളുടെ കയ്യിലെത്തുന്നത്, നിലച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ അതുപോലെ ഒരു സഹായം ചെയ്യാനായിട്ട്? ഈ കേരളത്തിന് ഒന്നും പൈസ കിട്ടുന്നില്ല, വികസനത്തിനില്ല, അതിനില്ല, ഇതിനില്ല എന്ന് പറയുന്നു. കേരളത്തിൽ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരാരെങ്കിലും സമ്മതിക്കുമോ? ഒരു ഫാക്ടറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കൊടികുത്താൻ ആൾ കാണും. അല്ലെങ്കിൽ ഒരു ടവർ ഫോണിൽ റേഞ്ചില്ല എന്ന് പറയും, ഫോണിൽ റേഞ്ചില്ല, കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് പറയും. അവർ ഏതെങ്കിലും രീതിക്ക് ഒരു വീട്ടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു ടവർ കൊണ്ടുവയ്ക്കുന്ന അപ്പോഴും കൊടികുത്തിയിട്ട് പറയും അവിടെ ടവർ വരാൻ പാടില്ല എന്ന്. അങ്ങനെയുള്ള ജനങ്ങൾക്കിടയിൽ പിന്നെ ഒരു വികസനത്തിന് ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അയാളെ എതിർക്കാൻ നോക്കണോ, അയാളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം? അയാൾ 10 പൈസ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും സഹായം ചെയ്യുന്നത്, അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു വീതം ചെയ്യുന്നത്. 40 ജ്വല്ലറി അങ്ങോട്ട് തുടങ്ങിയപ്പോൾ 40 വീട് വെച്ച് കൊടുക്കുന്നു. ഞാൻ 40 വീട്ടിൻ്റെ എണ്ണമെന്ന് അറിയത്തില്ല, 40 വീട് വെച്ച് കൊടുത്തെന്ന് പറയുന്നുണ്ട്. 40 വീട്ടിൻ്റെ എണ്ണവും കണ്ടിട്ടില്ല, 40 വീട് ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഓരോരുത്തർക്കും ആ വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളി വീഡിയോ ഇട്ടായിരിക്കും ആ കിട്ടുന്ന പ്രൊമോഷനിൽ കിട്ടുന്ന വീഡിയോസും പൈസയൊക്കെ ആയിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്കാർക്ക് അതിനകത്ത് നഷ്ടം വരുന്നില്ല, നമ്മളാരും പൈസ കൊടുക്കുന്നില്ല. നമുക്ക് ആ വീഡിയോ കാണണമെങ്കിൽ കാണാം, കണ്ടില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അല്ലാതെ ഈ വീഡിയോ കണ്ടേ പറ്റുള്ളൂ എന്ന് ആരും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സഹായത്തിലൂടെ അല്ല കിട്ടുന്ന പൈസ ആയിരിക്കും നിങ്ങൾക്കും കിട്ടുന്നുണ്ടായിരിക്കും. ഈ എതിർക്കുന്ന നിങ്ങൾക്കും ആ പുള്ളിയെ വെച്ച് റീച്ച് ഉണ്ടാവുന്നില്ലേ? അച്ചായൻസ് എന്ന് പോകുന്നുണ്ട്, അച്ചായൻസ് ഇങ്ങനെ ചെയ്തു, അച്ചായൻസ് ഇങ്ങനെ കാണിച്ചു എന്ന് പോകുന്നുണ്ട്. ഹെഡ്ലൈനും കൊടുത്ത് നിങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ അത് നോക്കിയിട്ട് ഹെഡ്ലൈൻ നോക്കി കയറുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് റീച്ച് കിട്ടുന്നില്ലേ? അപ്പോൾ ഒരാളെ വിറ്റ് നിങ്ങൾ കാശ് ഉണ്ടാക്കുന്നില്ലേ? ആ കിട്ടുന്ന വിറ്റ് ഉണ്ടാക്കുന്ന കാശ് നിങ്ങൾ ആർക്കെങ്കിലും സഹായിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഈ പുള്ളി വന്ന് അവിടെ സഹായിക്കുന്നു ഈ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് കിട്ടുന്ന കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിൽ എന്താണ് നഷ്ടം? അപ്പോൾ ആരെങ്കിലും കൊടുക്കുന്നതിൽ വയറ്റത്തടിക്കാനായിട്ട് 100 പേര് കാണും. അതിനകത്ത് ഇറങ്ങി സഹായിക്കാനോ ഒന്നിനും ആർക്കും വയ്യ. കാറിനകത്താണെങ്കിലും വീട്ടിനകത്താണെങ്കിലും ഇരുന്ന് ഓരോന്ന് പറയാൻ പറ്റും. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ യൂട്യൂബിനകത്താണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്താണെങ്കിൽ എന്തെല്ലാം വീഡിയോസ് കാണുന്നു. നമ്മൾ കാണുന്ന വീഡിയോസിനകത്ത് ആർക്കെങ്കിലും ഒരു ഉപയോഗമാവുന്നെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പട്ടിണി മാറ്റാൻ പറ്റുന്നെങ്കിൽ, ആർക്കെങ്കിലും ഒരു മരുന്ന് വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു സഹായമല്ലേ? അപ്പോൾ ആ പുള്ളി അങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾ ദ്രോഹിക്കാൻ നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ അച്ഛൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടേക്കുന്നു, ഞാൻ നിങ്ങളെ സൈബർ അറ്റാക്കും പുള്ളിങ്ങും കാരണം ഞാൻ വീഡിയോസ് ഈ സഹായം നിർത്താൻ പോകണമെന്ന്. ആർക്കില്ലാണ്ടായി? നിങ്ങൾ അതും ഇപ്പോൾ എടുത്ത് കണ്ടൻറ്റാക്കിയിട്ട് പറയും അച്ചായൻ വീഡിയോസ് നിർത്തുന്നതിൻ്റെ പിന്നിലെ രഹസ്യം. അപ്പോൾ പ്രേക്ഷകർ കാണാൻ എന്താണെന്ന് നോക്കും. എന്താണ് അതിന് പിന്നിലെ രഹസ്യം? അത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ പറയുന്നത്. അവിടെയും പുള്ളിയായിട്ട് നിങ്ങൾ കാശുണ്ടാക്കിയല്ലേ ചെയ്യുന്നത്. ആ വീഡിയോസ് ആ ചാറ്റ് നിർത്തുന്നെന്ന് പറയുമ്പോൾ പോലും നിങ്ങളെന്താ ചെയ്യുന്നത്? ആ വീഡിയോസ് എടുത്ത് കണ്ടൻറ്റാക്കിയല്ലേ ചെയ്യുന്നത്. അതേനാ നിങ്ങളെ കൊണ്ടൊക്കെ ഒരു സഹായം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും ദ്രോഹിക്കാതിരിക്കുമോ? എനിക്ക് അത്രേ പറയുള്ളൂ. അച്ചായൻസ് ഇപ്പോൾ പറയുന്നുണ്ട് ഈ പെണ്ണ് കേസ് വന്നെന്ന് പറഞ്ഞാൽ അത് പുള്ളി തെളിയിക്കട്ടെ. അത് ആ വിളിച്ച പെണ്ണിന് പരാതിയില്ല, ഈ കേട്ടോണ്ട് നിന്ന് നിങ്ങൾക്കാണോ പരാതി? ആ വിളിച്ച പെണ്ണിന് പരാതി ഉണ്ടെങ്കിൽ ആ പെണ്ണ് തെളിവ് സഹിതം ആ പെണ്ണിൻ്റെ ഫോണിലല്ലേ വന്ന് അവർക്ക് കംപ്ലയിൻറ്റ് ചെയ്തുകൂടെ? ആ കൊച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും ഒന്നുകൂടെ പറയും പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് ഇങ്ങനെ പറയുമെന്ന്. ഇപ്പോൾ
എത്രയോ പേര് കംപ്ലയിൻറ്റ് പറയാൻ ബസ്സിനകത്താണെങ്കിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. ആ കുട്ടീനെ തെറ്റല്ലെങ്കിൽ ആ കുട്ടിക്ക് ധൈര്യമായിട്ട് റിയാക്ട് ചെയ്യുമല്ലോ, അച്ചായൻസിനെ സഹായിക്കാൻ വന്നിട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ ആർക്കും അത് പരാതി ഇല്ലാത്ത സമയത്ത് ഈ പരാതി ഉണ്ടാക്കി ഒരു പരാതി ഒരാളെ നശിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ അതങ്ങനെ. അല്ലാതെ ഇപ്പോൾ ഞാൻ ആരെ സൈഡ് എന്ന് പറയല്ല, അച്ചായൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ സഹായങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ മറവിൽ അത് ദുർവിനിയോഗം ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പോൾ അങ്ങനെ തെളിവുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനെതിരെ ആക്ഷൻ എടുത്ത് കേസ് നടപടിയായിട്ട് പോവുകയാണെങ്കിൽ അതിനെതിരെ ഞാനും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആ വീട്ടിൻ്റെ കേസ് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. അതിനല്ലാതെ എത്രയോ വീഡിയോ ആ ചാനലിനകത്തുണ്ട്. അതിനകത്ത് ക്യാഷ് കൊടുക്കുന്നുണ്ട്, ക്യാഷ് കൊടുക്കുന്ന കാണുന്നില്ലേ? ഓരോരുത്തർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത് അത് കാണുന്നില്ലേ? ഇതെല്ലാം സർക്കാർ കൊടുത്തിട്ടാ. അപ്പോൾ അതും പറയും ഓരോരുത്തരുടെ വീഡിയോ വിറ്റാണ് ചെയ്യുന്നത്. നിങ്ങളും വീഡിയോ വിറ്റാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ മൂന്നാമതൊരു വ്യക്തിയെ അവർ ചെയ്ത തെറ്റോ ശരിയോ എന്തോ അതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അത് വേറൊരാളെ അവകാശമില്ലേ? അത് നിങ്ങൾ യൂസ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്ന. ആ ക്യാഷ് ഉണ്ടാക്കുന്ന നിങ്ങളല്ലേ അത് യൂസ് ചെയ്യുന്ന പൈസ. പക്ഷേ മറ്റേ ആളുകൾ അതിപ്പോൾ ആ വീഡിയോ ആണെങ്കിൽ ആ പുള്ളി വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയ്ക്ക് കിട്ടുന്ന ക്യാഷ് വീട്ടിലെല്ലാം കൊണ്ടുപോകുന്ന അതിലടുത്തൊരാൾക്ക് സഹായിക്കുകയല്ലേ ചെയ്യുന്ന. ഇതൊന്നും നിങ്ങളൊന്നും കാണുന്നില്ല. കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട വീഡിയോ കണ്ടായിരുന്നോ? ആ വീഡിയോയ്ക്കകത്ത് ടാർപ്പ വലിച്ചിട്ട് ടാർപ്പയ്ക്ക് വരെ വാടക കൊടുക്കണം എന്ന് പറഞ്ഞൊരു വീടാണത്. അത് കിടക്കുന്ന സാഹചര്യം കണ്ട. പച്ചരി വെച്ച് മുളകും ഉപ്പിലിട്ട് നിന്ന ഒരു ജീവിതം കഴിയുന്ന അവരും ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കി അച്ചായൻ വന്നില്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞ സ്ത്രീയാണ്. അപ്പോൾ അവരെ ജീവൻ രക്ഷിച്ചത് ദൈവത്തിന് തുല്യമല്ലേ ആ ഒരു വ്യക്തി? തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ വയസ്സായ അച്ഛനും അമ്മയ്ക്കും അവരിനി ഫോൺ കൊണ്ട് കൊടുത്തിട്ട് ഫോൺ വിളിക്കാനായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഇതിലൊന്നും എന്താണ് തെറ്റെന്ന് മനസ്സിലാവുന്നില്ല. ഈ കൊച്ചു പെൺകുട്ടികളുള്ള വീട്ടിൽ മാത്രമാണ് അച്ഛനെ സഹായിക്കാൻ പോയിട്ടുള്ളതും. വയസ്സായ വീട്ടുകളിൽ പോയിട്ടില്ലേ? ഇപ്പോൾ കാല് വയ്യാതെ ആ വീട് കൊടുത്ത വീട്ടിൽ ആ അമ്മാമ്മേനെ ഫോൺ വിളിക്കാനാണ് അച്ഛനെ സഹായിക്കാൻ പോയതും. ഈ ആത്മഹത്യ ചെയ്യാൻ പോയ വീട്ടിൽ ആ അമ്മാമ്മേനെ വിളിക്കാനാണ് അച്ഛനെ സഹായിക്കാൻ പോയതും. അപ്പോൾ എന്തെങ്കിലും പറയുന്നവർക്ക് എന്തും വിളിച്ച് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 40 ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തെന്ന് പറഞ്ഞു. ഈ 40 ജ്വല്ലറി രംഗത്ത് ഇത്രയും വിജയം കണ്ടു നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ശത്രുക്കൾ ഒരുപാട് കാണും. അപ്പോൾ ആ ശത്രുക്കളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പാവപ്പെട്ടവരെ വയറ്റത്തടിക്കാനാണെങ്കിൽ ആ കണ്ണീര് ദൈവം കാണാതെ പോകില്ല. അപ്പോൾ അതൊക്കെ എല്ലാം ആലോചിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക.